ഉമ്മച്ചി ചവിട്ടുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ പോലീസിനെ വിളിക്കാം. വിളിക്കൂടാ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. കാരണം ഇവൻ കാണിച്ച വലിയൊരു ചെറ്റത്തരം. ഇവൻ്റെ വീട്ടിൽ 2 വളർത്തുനായെ വളർത്തുന്നുണ്ട്. മദ്യപിച്ചെത്തി ഇവൻ വളർത്തുനായെ അതിക്രൂരമായിട്ട് ഉപദ്രവിക്കുന്നത് കണ്ടിട്ട് സമീപത്തെ വീട്ടുകാരൻ എന്തിനാണ് ഇതിനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്ന് ചോദ്യം ചെയ്തതിന് അവരുടെ വീട്ടിൽ അതിക്രമിച്ച് കയറി സ്ത്രീകളെ അടക്കം ഉപദ്രവിച്ചു. തുടർന്ന് ആ ഗൃഹനാഥൻ പോലീസിന് പരാതി നൽകാനായിട്ട് ഇറങ്ങിയപ്പോൾ പിന്നാലെ ചെന്ന് കുത്തി വീഴ്ത്തി. ഏതായാലും ഇവനെ ഇപ്പോൾ കൊട്ടിയം പോലീസ് പിടികൂടിയിട്ടുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. സംഭവം ഇങ്ങനെയാണ്. വളർത്തുനായെ ഉപദ്രവിക്കുന്നത് ചോദ്യം ചെയ്ത ഗൃഹനാഥനെ കുത്തിപ്പരിക്കേൽപ്പിച്ച പ്രതി കൊട്ടിയം പോലീസിൻ്റെ പിടിയിലായി. ഇന്നലെ ഉച്ചയോടെയാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. മയ്യനാട് മുക്കളം ദേവു ഭവനിൽ 52 വയസ്സുള്ള രാജീവാണ് ഇത്. സമീപവാസിയായ മയ്യനാട് പനവയിൽ റയാൻ മൻസിലിൽ കബീർ കുട്ടിയെ കുത്തി പരിക്കേൽപ്പിച്ചു. സ്ഥിരം മദ്യപാനിയായ രാജീവ് 2 വളർത്തുനായ്ക്കളെ വീട്ടിൽ വളർത്തുന്നുണ്ട്. ഇതിനെ സ്ഥിരം ഉപദ്രവിക്കാറാണ് പതിവ്. ഇന്നലെ ഇതിനെ ഉപദ്രവിക്കുന്നത് കണ്ട് ചോദ്യം ചെയ്ത കബീർ കുട്ടിയുടെ വീട്ടിലേക്ക് രാജീവ് എത്തി സ്ത്രീകളെ അടക്കമുള്ളവരെ ഉപദ്രവിക്കുകയായിരുന്നു. ഇതിനെതിരെ പരാതി കൊടുക്കുവാൻ കൊട്ടിയം പോലീസ് സ്റ്റേഷനിലേക്ക് ഇറങ്ങുന്ന വഴി വീട്ടിൽ നിന്നും വെട്ടുകത്തിയുമായി വന്ന് രാജീവ് കബീർ കുട്ടിയെ കുത്തുകയായിരുന്നു. നെഞ്ചിന് ആഴത്തിൽ മുറിവേറ്റ കബീർ കുട്ടിയെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ആക്കിയിരിക്കുകയാണ്. തുടർന്ന് കൊട്ടിയം SHO പ്രദീപിൻ്റെ നിർദ്ദേശാനുസരണം SI നിതിൻ നളൻ, ASI ഷെർലി, സുകുമാരൻ, CPOമാരായ പ്രവീൺ ചന്ദ്, ചന്തു, ശംഭു, ഹാരിഷ് തുടങ്ങിയവർ ചേർന്ന് മയ്യനാട് റെയിൽവേ ഗേറ്റിന് സമീപത്ത് നിന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം. ഇവനെപ്പോലെയുള്ള ആൻറ്റി സോഷ്യലായിട്ടുള്ള ആളുകളെ യാതൊരു കാരണവശാലും സപ്പോർട്ട് ചെയ്യുവാൻ പാടുള്ളതല്ല. മയ്യനാട് പനവയലിലെ കബീർ കുട്ടി എന്നയാളെ ഗുരുതരമായി കുത്തി പരിക്കേൽപ്പിച്ചതിന് അയൽവാസിയായ രാജീവിനെ കൊട്ടിയം പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ സംഭവത്തിൻ്റെ കാരണമെന്ന് പറയുന്നത് രാജീവൻ വീട്ടിൽ വളർത്തുന്ന പട്ടികളെ നിരന്തരമായി രാത്രിയിൽ കെട്ടിയിട്ട് ഉപദ്രവിക്കുന്ന പതിവുണ്ടായിരുന്നു. ഇതിനെ അയൽവാസിയായ കബീർ കുട്ടിയും കുടുംബവും ചോദ്യം ചെയ്തു. ഈ വിരോധത്തിൽ രാജീവൻ ഇന്നലെ കബീർ കുട്ടിയെ വീട് കയറി ആക്രമിക്കുകയും തുടർന്ന് കബീർ കുട്ടി ഇതിന് പരാതി പറയാനായിട്ട് കൊട്ടിയം പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന വഴി വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കത്തിയുമായി രാജീവൻ കബീർ കുട്ടിയുടെ നെഞ്ചിൽ കുത്തി മാരകമായി പരിക്കേൽപ്പിക്കുകയാണ് ഉണ്ടായത്.